ഫാദർ ഡേവിസ് ചിറമൽ പകുത്തു നൽകിയ നന്മയ്ക്ക് 15 വർഷമായി. അതുകൊണ്ട് തന്നെ ഗോപിനാഥിന് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഫാദർ ഡേവിസ് എന്ന നന്മ മരത്തെ. എന്നും അച്ഛനെ വിളിച്ച് സൗഹൃദം പുതുക്കുന്ന ഗോപിനാഥ് ഇന്നലെ അച്ഛനെ നേരിട്ട് കണ്ടപ്പോൾ അത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും വേറിട്ട ഒരു അനുഭവമായി. സെപ്റ്റംബർ 30-നാണ് ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നത്. ഇത് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിന്റെ ഉദ്ഘാടനമായിരുന്നു അന്ന് നടന്നത്. 15 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനും ഗോപിയും നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അന്ന് ഒരു അച്ഛൻ എന്തിനാ എങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ച കുറേ ആൾക്കാർ, അവർക്ക് 15 വർഷം കൊണ്ടുള്ള ഒരു ഉത്തരമാണ്. അത് കൊടുത്തതിന്റെ ഫലമായിട്ട് ധാരാളം പേര് ഇന്ന് ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അവരൊക്കെ ആരും കെട്ടിത്തരാനില്ല എന്ന് കരുതിയിരുന്ന 100 ആയിരക്കണക്കിന് മനുഷ്യർക്ക് ധാരാളം പേര് അപ്പനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും കുട്ടികളും സുഹൃത്തുക്കളും ഒരു ബന്ധമില്ലാത്തവരൊക്കെ കൊടുത്തുനിന്ന് ജീവിക്കാനിടയായി. കിഡ്നി ദാനം ചെയ്ത സംഭവ തുടക്കം ഇങ്ങനെയാണ്. വാടാനപ്പള്ളി സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് പള്ളിയിൽ 2009 ഓഗസ്റ്റിലെത്തിയ വികാരി ഫാദർ ഡേവിസ് ചിറമലിനെ തേടി ഒരു കൂട്ടം വിശ്വാസികളെത്തി. നാട്ടുകാരിൽ ഒരാളായ ചക്കാമടത്തിൽ ഗോപിനാഥിന് വൃക്ക മാറ്റിവെക്കാൻ സഹായം വേണമെന്നായിരുന്നു ആവശ്യം. ചികിത്സാ സഹായ കമ്മിറ്റിയുടെ രക്ഷാധികാരിയായി ഫാദർ ചിറമൽ. വൃക്ക മാറ്റിവെക്കേണ്ട ഗോപിനാഥന് അന്ന് പ്രായം 47. ചികിത്സയ്ക്ക് വേണ്ടത് 12 ലക്ഷത്തോളം രൂപ. പണം കണ്ടെത്താൻ ഫാദർ ചിറമൽ ചികിത്സാ സഹായ കമ്മിറ്റി അംഗങ്ങളോട് ആവശ്യപ്പെട്ടു. കോയമ്പത്തൂരിൽ നിന്നാണ് വൃക്ക കിട്ടുകയെന്നും അതിന് വേറെ പണം വേണമെന്നും നാട്ടുകാർ അറിയിച്ചപ്പോൾ ഫാദർ ഡേവിസ് ചിറമൽ പറഞ്ഞു, അക്കാര്യം എനിക്ക് വിട്ടേക്കൂ. ആ പണം വികാരി കണ്ടെത്തുമെന്ന് നാട്ടുകാർ കരുതി. ചികിത്സയ്ക്കുള്ള പണം നാട്ടുകാർ കണ്ടെത്തിയെന്ന് അറിഞ്ഞതോടെ ഫാദർ ചിറമൽ ഗോപിനാഥനെ പള്ളിയിലേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈശ്വര വിശ്വാസിയെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോളൂ എന്ന്. ഗോപിനാഥൻ ഉള്ളുരുകി പ്രാർത്ഥിച്ചു. അവരുടെ യാത്ര എറണാകുളത്തെ ലേക്ക് ഷോർ ആശുപത്രിയിലേക്കായിരുന്നു. അവിടെ വൃക്ക മാറ്റിവെക്കലിനുള്ള പ്രാഥമിക പരിശോധനകൾ നടത്തി. O പോസിറ്റീവ് ഗ്രൂപ്പ് രക്തമുള്ള ഫാദർ ചിറമലിന്റെ വൃക്ക A ഗ്രൂപ്പുകാരനായ ഗോപിനാഥിന് ചേരുമെന്ന് ഉറപ്പിച്ചു. സെപ്റ്റംബർ 30-ന് ഫാദർ ചിറമലിന്റെ വൃക്ക ഗോപിനാഥിന്റെ ശരീരത്തിൽ ചേർത്തുവെച്ചു. ആ ചേർത്തുവെക്കലിന് 15 വർഷം തികയുകയാണ്. ഈ സ്ഥലം കാട് പിടിച്ചേർന്നിരുന്ന ഈ സ്ഥലം കുറേ കിഡ്നി രോഗികൾക്ക് അഭയകേന്ദ്രമായിട്ട് മാറി. ഗോപിക്കും ഗോപിയുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് 5 വർഷം കഴിഞ്ഞ അതെ, 5 വർഷം കഴിഞ്ഞിട്ടുള്ളൂന്നാണ് ഗോപി പറയണത്. പക്ഷെ 10 വർഷം കോവിഡായിരുന്നു. കോവിഡിന്റെ കാലം പോലെ കണക്കാക്കാം. വൃക്ക നൽകിയ ഫാദർ ചിറമലും വൃക്ക സ്വീകരിച്ച ഗോപിനാഥും ആ ബന്ധം ഇന്നും ഊഷ്മളമായി കാത്തു സൂക്ഷിക്കുന്നു.